യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായി സാക്ഷീകരിക്കുന്നുണ്ട്. വെളിച്ചത്തിൽ നിന്നുമാണ് പ്രകാശമുണ്ടാകുന്നത്. ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആധ്യാത്മിക മർമ്മമുണ്ട്. എന്താണ് വെളിച്ചവും പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഒരിക്കലും ദൈവം പ്രകാശമാകുന്നു എന്ന് പറയാറില്ല, ദൈവം വെളിച്ചമാകുന്നു എന്നാണ് പറയാറ്. ഇത് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. പ്രകാശത്തിൽ അല്പം അന്ധകാരം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 100 ബൾബ് വോൾട്ടുള്ള ഒരു വെളിച്ചത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു പ്രകാശ വലയത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ആ ബൾബ് 500 വോൾട്ട് ആക്കി നോക്കിക്കേ, എന്താണ് സംഭവിക്കുക? അവിടെ പ്രകാശം വർദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 100 വോൾട്ട് ബൾബ് കത്തി നിന്നിരുന്ന സമയത്ത് അവിടെ ഒരു അന്ധകാരം ഉണ്ടായിരുന്നു എന്നല്ലേ? ഫിസിക്സ് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. There is no darkness. It's only absence of light. പ്രകാശത്തിൽ പ്രകാശക്കുറവും കൂടുതലുമുണ്ട്. എന്നാൽ വെളിച്ചം അത് അതിൽ തന്നെ പൂർണ്ണമാണ്. അഗ്നിയിൽ ആ അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന ആ പ്രതിഭാസം, അതിൻ്റെ ഉള്ളിൽ പൂർണ്ണതയാണ്. അതിനെ ശുദ്ധീകരിക്കുവാനേ അറിയത്തുള്ളൂ. അഗ്നിയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നത്. ദൈവം പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ താൻ ആരാലും പരിശുദ്ധമാക്കപ്പെടുകയല്ല ചെയ്യുന്നത്. ദൈവമേ പരിശുദ്ധമാകുന്നു, ശുദ്ധതയുടെ പൂർണ്ണതയാകുന്നു, സർവത്തിൻ്റെയും പൂർണ്ണതയാണവൻ. നീതി സൂര്യനാകുന്ന യേശുവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ സൂര്യൻ വെളിച്ചമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ കിരണങ്ങളുടെ ഭാഗമാണ് നമ്മൾ. നമ്മളിൽ അന്ധകാരം കയറിയേക്കാം, പക്ഷേ ആ വെളിച്ചത്തിൽ അന്ധകാരം നീങ്ങിപ്പോകുവാൻ സാധിക്കും. കാരണം വെളിച്ചത്തിൻ്റെ വോൾട്ടേജ് നമ്മുടെ ഉള്ളിൽ കൂട്ടിയാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട. നീതി സൂര്യനെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഏകാന്തതയിലിരിക്കുന്ന സമയത്ത് മനസ്സിൽ കൂടി പരിശുദ്ധാത്മാവ് ചില വരികൾ തരുന്നത് പോലെ തോന്നി. ഞാനൊരു എഴുത്തുകാരനല്ല, പക്ഷേ അന്നെന്തോ കുറച്ച് വരികൾ എഴുതി, അത് ഈണമായിട്ട് ചിട്ടപ്പെടുത്തി അതൊരു ഗീതമായിട്ട് അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. ധ്യാനാത്മകതയോടെ നമുക്ക് ശ്രവിക്കാം. നീതി സൂര്യനെ, കനിവിൻ്റെ നാദമേ. Kanivinne